പെണ്ണുങ്ങളെ തല്ലിയാലേ കേസുള്ളൂ. പെണ്ണുങ്ങളെ തല്ലിയാലേ ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യോടി. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് തന്നാ മതി. ഞങ്ങള് കൈ നീട്ടി മേടിച്ചോളാം. എന്റെ കൂടെപ്പിറപ്പാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഓടിച്ച് ശരിയാക്കി കളയും ഞാൻ. ഇനി നെല്ലിശ്ശേരിയിലെ ഒരാളുടെയെങ്കിലും നേരെ നിങ്ങളുടെ കൈ ഉയർന്ന നിങ്ങളെ ഞങ്ങൾ തീർക്കും. ജയിലിൽ പോയി കിടക്കാനേ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇനി മേലിൽ അച്ചച്ചേച്ചിയുടെയോ കുഞ്ഞിന്റെയോ നേരെ ഒരു ചെറു വിരൽ ഉയർത്തിയ ഞങ്ങള് പെണ്ണുങ്ങള് മതി. നിങ്ങൾ ഇതിനകത്തിട്ട് കത്തിച്ചു കളയും. മനസ്സിലായോ? എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് എന്റെ അച്ഛൻ ചതച്ചിട്ടല്ല. നന്ദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പൊക്കോണം. ആ പാവം നിങ്ങൾ കാരണം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ഇനി നിർത്തിക്കോ. ഇതുവരെ ചെയ്തു കൂട്ടിയതിന്റെ കണക്ക് വെച്ച് നോക്കിയാ നിങ്ങളോട് ഇതൊന്നും ചെയ്താ പോരാ. എന്നാലും ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയ നിങ്ങളുടെ ശവം വീഴ്ത്തിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ. ഓർത്തോ? പാടി പോവാ. അത് കലക്കി. അപ്പോ നിങ്ങൾ അവളെ ശരിക്കും പഞ്ഞിക്കിട്ടു അല്ലേ? അവളുടെ കൈക്കോ കാലിനോ വല്ല ഒടിവോ ചതവോ എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് അതൊന്നും നോക്കാൻ പറ്റിയില്ലെങ്കില് ഞങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ പോലീസ് ഞങ്ങൾ അന്വേഷിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലെന്താ, വേണമെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോയി കിടക്കും. അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഇനി തീരുമാനിച്ചിട്ടില്ല. ഒരു കാരണം തടിച്ച മറു കാരണവും കാണിച്ചു കൊടുക്കുന്ന പരിപാടി അതിനി വേണ്ട. ഇതിന്റെ പേരിൽ നിങ്ങളെ ഒരു പോലീസും കൊണ്ടുപോകില്ല. എന്ത് കേസ് വന്നാലും അത് അച്ഛൻ നോക്കിക്കോളാം. ശത്രുക്കളെ സ്നേഹിക്കാന്നുള്ള അങ്കിളിന്റെയും അർച്ചനേട്ടത്തിന്റെ ലൈൻ ഇനി നടക്കത്തില്ല. നമ്മുടെ ശത്രുക്കളെ നമ്മളും ശത്രുക്കളായി തന്നെ കാണണം. അവന്തിക നിന്റെ ചേച്ചിയാണ്. ഇവരുടെ കൂടെ കൂടി അവളെ ഉപദ്രവിച്ചതിന് അവന്തിക നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ തല്ലിയ ഞാനും തല്ലും. അവർ എന്റെ ചേച്ചിയാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട്. നീയാണ് അനക്കെ ഇപ്പൊ ഈ വീടിന്റെ ശക്തി. നീയേ ഞങ്ങളുടെ മുത്തല്ലേ. നിന്റെ ദേഹത്ത് തൊട്ടാൽ നമ്മൾ അവരെ തട്ടും. ഈ സന്തോഷ നിമിഷത്തിൽ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നന്ദേട്ടന്റെ മുഹൂർത്തവും സമയവും നോക്കാതെ നന്ദേട്ട സന്ധ്യച്ചയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അത് വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. എത്രയും വേഗം സന്ധ്യച്ചും നന്ദേട്ടനും തമ്മിലുള്ള വിവാഹം നടത്തണം. ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവർക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടൂ. ഞങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തതാ. എന്താ അച്ഛന്റെ അഭിപ്രായം? ഏയ്, അത് വേണ്ട. അങ്ങനെ മുഹൂർത്തവും സമയമൊന്നും നോക്കാതെ നന്ദന്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെണ്ണ് വരണ്ട. നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് തന്നെ വേണം സന്ധ്യയുടെ കഴുത്തിൽ നന്ദൻ താലി കെട്ടാൻ. പക്ഷേ നിയമപരമായ ചില പ്രശ്നങ്ങൾ അതിനും ഉണ്ടല്ലോ. അവന്തികയുമായുള്ള ഡിവോഴ്സ് കഴിയാതെ എങ്ങനെയാ സന്ധ്യയെ വിവാഹം കഴിക്കുക? ഡിവോഴ്സിന് കാത്തിരുന്നാലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അച്ഛന് തന്നെ അറിയാലോ. അർച്ചനേട്ടത്തെയും കുഞ്ഞും നെല്ലിശ്ശേരിയിലെത്തിയ ഉടനെ തന്നെ കല്യാണം നടത്തണം. അവന്തികേട്ടത്തി എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാ. അത് ശരിയാ. കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സന്തോഷം കിട്ടണമെന്നില്ലല്ലോ. നന്ദേട്ടന്റെ ജീവിതം കൊണ്ട് തന്നെ അത് തെളിയിച്ചതല്ലേ. ഇതിനിപ്പോ വലിയ ആഘോഷത്തിന്റെ ആവശ്യമൊന്നുമില്ല.
നമ്മുടെ കുടുംബത്തിലുള്ളവരും വൃന്ദാവനത്തിലുള്ളവരും മാത്രം മതി. പിന്നെ സന്ദേശിയുടെ ചില ബന്ധുക്കളും. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം മാലയിട്ട് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. അത്രേ ഉള്ളൂ. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഡിവോഴ്സ് നേടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ തുടരണം. ഇല്ലെങ്കിൽ അവന്തിക നന്ദന്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സമാധാനത്തോടെ ജീവിക്കാൻ അവള് നന്ദനെ സമ്മതിക്കില്ല. മ്യൂച്വൽ ഡിവോഴ്സ് നടക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ പിന്നെ കുടുംബ കോടതി വഴി മാത്രമേ ഒരു ഡിവോഴ്സ് സാധ്യമാവൂ. അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തെന്ന് വരും. അതുകൊണ്ടാ നന്ദേട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾക്കാർക്കും ഇതിലൊരു എതിർപ്പുമില്ല. അർച്ചനയും കുഞ്ഞും വന്നാൽ ഉടൻ കല്യാണം. അങ്ങനെ തീരുമാനിക്കാം. എന്താ? ആ, സച്ചി അർച്ചനയൊക്കെ കാര്യം അറിഞ്ഞോ? ഇല്ല, അവരോട് സംസാരിക്കണം. ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോ അവർക്കുള്ള ഫുഡും കൂടി കൊണ്ടുപോണേ. ഞാൻ ഇപ്പൊ തന്നെ അത് റെഡിയാക്കട്ടെ. ഓ, എനക്കെ വാ. ഇന്ന് ഈ കുട്ടികൾ അവിടെ ചെന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മളെ പരമാവധി ഉപദ്രവിക്കാൻ മാത്രമേ അവൾ ഇനി നോക്കൂ. ഡിവോഴ്സ് തരാതിരിക്കുക എന്നതാ അവളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്ദേശിച്ച ഭാര്യയൊക്കെ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, ഇനി അതില് ഒരു മാറ്റം ഉണ്ടാവില്ല.